നമസ്കാരം. ഭാവിയെക്കുറിച്ച് ഏറെ പ്രതീക്ഷയും ആകാംക്ഷയുമുള്ളവനാണ് മനുഷ്യൻ. എന്നാൽ വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കാൻ മറന്നുപോകുന്ന പലരെയും നമുക്ക് നമ്മുടെ ചുറ്റുപാടും കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഇന്ന് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള വസ്തുത. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഇതിനോടകം പലരും ചോദിച്ചു, സുലാൽജിയെ വാച്ച് ചെയ്യുന്ന പലരും വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുണ്ടായി. പലവിധമായ തിരക്കുകൾ മൂലം മനസ്സ് മരവിപ്പിക്കുന്ന ചുറ്റുപാടുകളിലെ അനുഭവങ്ങളും ഒക്കെ കാണുമ്പോൾ നാം ചിലപ്പോൾ നിശ്ചലരായി പോകാം. എന്നാൽ ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കണം എന്ന് ആഗ്രഹിക്കുന്നത്, ജീവിതത്തിൽ നിരാശ അനുഭവിക്കുന്ന ഒത്തിരി മനുഷ്യരെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതെന്തുകൊണ്ട് എന്നൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇന്ന് ജീവിക്കാൻ മറക്കുന്ന മനുഷ്യരെ ആണ് കണ്ടെത്താനായിട്ട് സാധിക്കും. വർത്തമാനകാല സാഹചര്യത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും. നാളെക്കുറിച്ച് ഏറെ പ്രതീക്ഷയുണ്ട്. നാളെ ആകാം എന്ന് കരുതുന്ന മനുഷ്യൻ. ഒരിക്കലും ഒരു കർഷകനോട് ഒരു മനുഷ്യൻ കണ്ടപ്പോൾ ചോദിച്ചു, ഈ വർഷം താങ്കളുടെ കൃഷി എന്താണ്? ഈ സീസണിലെ താങ്കളുടെ കൃഷി എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഗോതമ്പ് കൃഷി ചെയ്തില്ല, മഴയില്ലായിരുന്നതുകൊണ്ട് ഞാൻ ഗോതമ്പ് കൃഷി ചെയ്തു. ഈ മനുഷ്യൻ കർഷകനോട് ചോദിക്കുന്നു, താങ്കൾ ചോളം കൃഷി ചെയ്തോ? പറഞ്ഞില്ല. ചോളത്തിന് കീടത്തിന് നാശം ഉണ്ടാകുമെന്ന് കരുതി അത് ഞാൻ കൃഷി ചെയ്തു. ഇനി നാളെ ഈ 2 മാസം കൂടെ കഴിയുമ്പോൾ കാലാവസ്ഥയൊക്കെ മാറുമല്ലോ, അന്ന് കൃഷി ചെയ്യാനുമായിട്ടിരിക്കുകയാണ്. പലപ്പോഴും ഈ ഒരു വിധത്തിലാണ് നമ്മുടെ ചിന്തകൾ. നാളെ മെച്ചമായ അനുഭവം ഉണ്ടാകും, അപ്പോൾ ജീവിക്കാം എന്ന് കരുതുന്ന ഒരു സമൂഹവും നമ്മുടെ ചുറ്റുമുണ്ട്. നാമും അങ്ങനെയൊക്കെ തന്നെ. എന്നാൽ ഇന്ന് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിക്കാൻ സാധിക്കുന്നതിന് മാത്രമേ നാളെയുടെ സാധ്യതകളെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് ജീവിക്കാനുണ്ട്. പലരും ഏറെ നിരാശയോട് കാണപ്പെടുന്നു. അവർ പറയും, എന്റെ സാഹചര്യമൊക്കെ മോശമായിരുന്നു, ഇതിങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ, ഇതും ഇങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്നൊക്കെ പറയാറുണ്ട്. മറ്റുള്ളവരെ പഴി അറിയുവാനായിട്ട് ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇന്ന് ജീവിക്കുവാനായിട്ട്, ഇപ്പോൾ ജീവിക്കുവാനായിട്ട് നമുക്ക് ഇടയായിരിക്കും. ഇന്നത്തെ സാഹചര്യത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ വസ്തുത. നമ്മുടെ മനസ്സിൽ പ്രതീക്ഷകളേറെ ഉണ്ടാകണം. നമ്മുടെ മനസ്സിൽ സ്വപ്നങ്ങൾ ഉണ്ടാകണം. ആ സ്വപ്നം നല്ലതാണ്. ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയാൻ ആഗ്രഹിച്ചു. അത് നല്ലതാണ്. ആ പ്രതീക്ഷയോട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ആ പ്രതീക്ഷയിലേക്ക് നാം ചുവടെടുത്ത് വെക്കുമ്പോൾ ഇന്ന് ജീവിക്കാൻ മറന്നിട്ട് നാളെ ആ പ്രതീക്ഷ കൈവരിക്കുവാനായിട്ട് സാധിക്കും. പലപ്പോഴും ഇന്ന് ജീവിക്കാൻ മറന്നു പോകുന്ന പലരുമാണ് ആത്മഹത്യയിലേക്ക് മാറുന്നത്. അതായത് ഇന്ന് ജീവിക്കാൻ മറന്നു പോകുന്നവർ വിഷാദത്തിന് അടിമകളാണ്. അവർ ഇന്നലുകളെ കുറിച്ച് പറയാറുണ്ട്, ആ സാഹചര്യം അത്തരത്തിൽ പ്രയോജനപ്പെടുത്തുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല. അവർ ഇന്നലെ കരുതി നാളെ നല്ല സാഹചര്യമുണ്ട്. പലപ്പോഴും ജീവിക്കാൻ മറന്നുപോയ മനുഷ്യർ എന്നവരെ കുറിച്ച് അവരുടെ സാഹചര്യങ്ങളെ അവർ സാധ്യതകളാക്കി മാറ്റാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് ഇപ്പോൾ എങ്ങനെ എനിക്ക് ഈ സമയം വിനിയോഗിക്കാം എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമേ നാളെയുടെ സാധ്യത എനിക്ക് ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ, ഈ സാഹചര്യത്തിൽ എനിക്ക് ജീവിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇതിന് എത്രയോ മെച്ചമായ സാഹചര്യം നാളെ ഉണ്ടായാലും ജീവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്ന് ജീവിക്കുവാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് നമുക്ക് വർത്തമാനകാല സാഹചര്യങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളോ പ്രതികൂലങ്ങളോ എന്തുമായിരുന്നാലും അതിനെ നേരിടുവാനുള്ള മാനസിക ശക്തി നേടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഇന്ന് ജീവിക്കാൻ.
നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന, ഇല്ലെങ്കിൽ നാം സ്വപ്നം കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നാം ഒതുങ്ങിക്കൂടുന്നവരായിട്ടല്ല, അവയുടെ മധ്യത്തിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കും. അതാണ് ഇന്ന് ജീവിക്കുക. അതൊക്കെ ഒന്ന് മാറി ഈ കാറ്റും കോളും ഒക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് യാത്ര ചെയ്യാം എന്ന് ചിന്തിക്കുന്നത് അർത്ഥശൂന്യമാണ്. ശാന്തമായ സമുദ്രം ഒരിക്കലും ഒരു നല്ല കപ്പിത്താനെ സൃഷ്ടിക്കുന്നില്ല എന്നാണ് ഒരു പഴമൊഴി. സാഹചര്യം അനുകൂലമായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തുടക്കത്തിലെ പരാജയപ്പെട്ടു എന്നാണ് തിരിച്ചറിയാനായിട്ട്. നിലവിലെ സാഹചര്യത്തിൽ ജീവിക്കാൻ സാധിക്കാത്തവന് എത്ര നല്ല സാഹചര്യമായിരുന്നാലും ജീവിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇന്ന് ജീവിക്കുന്നവരായിരിക്കാനായിട്ട് നമുക്ക് ഇടയായിരിക്കും. എല്ലാവർക്കും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉണ്ട്. അതിലേക്ക് നാം യാത്ര ചെയ്യുന്നത് ഇന്നിലൂടെയാണ്. ഇന്ന് യാത്ര ചെയ്യാതെ ഒരു നാളെ നമുക്കില്ല. അതുകൊണ്ട് ഇന്ന് ജീവിക്കുവാൻ നമുക്ക് ഇടയായിരിക്കും.